ഹലോ, ഇത് ഒരു പ്രിപ്പറേഷൻ വീഡിയോ ഓഫ് ഓണം സെലിബ്രേഷനാണ്. ഇവിടെ ഞാൻ പൂവൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ പൂ ഞങ്ങൾക്ക് നല്ല പൈസയാണ്, നാട്ടിലത്തെ പോലെ ഒന്നും വാങ്ങാൻ പറ്റാത്തതുകൊണ്ട്. എൻ്റെ കൈകൾ മുറിഞ്ഞിരിക്കും. ഓക്കെ, പൂ വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഇതുപോലത്തെ ഒരു പൂവാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ? പക്ഷേ ഇപ്പം പിള്ളേരൊന്നും വന്നിട്ടില്ല. എല്ലാവരും ഡാൻസ് പ്രാക്ടീസും പിന്നെ വേറെ പരിപാടി, ഓണം സെലിബ്രേഷൻ്റെ ഡെക്കറേഷനും അതും ഇതുമൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഞങ്ങൾ 3 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് വെട്ടാനും കത്രിക തന്നെ യൂസ് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ആയി കിട്ടും. എൻ്റെ വെള്ളപ്പൂവാണ് എൻ്റെ. അവിടെ റെഡ് പൂ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കളറും കളർ മുക്കിയിട്ട് വരണമെന്ന് തോന്നുന്നു. വെള്ളയിൽ കളർ മുക്കിയിട്ട് റെഡൊക്കെ ആക്കുന്നുണ്ട്. കണ്ടോ? ഓക്കെ, പിന്നെന്താ, ഞങ്ങളിപ്പം നിങ്ങളെൻ്റെ തിരുവാതിരക്കളിയുടെ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ താഴെ ലിങ്ക് കൊടുക്കാൻ വന്ന് പോയി കണ്ടിട്ട് വരൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നേക്കുകയാണ്. അവിടെ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പിള്ളേരായിട്ട് തന്നെയാണ്, ഞങ്ങൾ പിള്ളേരൊക്കെ തന്നെ കൂടിയിട്ടാണ് സദ്യയുടെ പ്രിപ്പറേഷൻ. ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ പൈസ പിരിച്ചിട്ടിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ എന്താണ് പറയൂ, പച്ചക്കറി വാങ്ങും. അതന്നെ സദ്യ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കും. അതാണ് ഞങ്ങളുടെ ഇത്. എനിക്ക് കിട്ടിയത് ഇഞ്ചിപ്പുളിയാണ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം, ഇഞ്ചിക്കറി ഇഞ്ചിപ്പുളി എന്ത് വേണമെങ്കിലും ആവാം. അതാണ് വീട്ടിൽ പോയിട്ട് വേണം ഇനി അത് ഉണ്ടാക്കാൻ. ഓക്കെ, ഞാൻ കാണിച്ചുതരാം. പച്ചക്കറി കുറേ പച്ചക്കറി ഉണ്ടായിരുന്നു. ഓരോരുത്തരും സാമ്പാറിനൊക്കെ വേണ്ടി എടുത്തിട്ട് പോയി. ആകെ ഇനി ഇപ്പോൾ ഇഞ്ചിയും മുളകുണ്ട്, പിന്നെ ക്യാബേജും ഇരിപ്പുണ്ട്. ക്യാബേജ് തോരൻ കുറേ ഉണ്ടാവും. ബാക്കി സാധനങ്ങൾ തോന്നും. ഏതായാലും നാളെ സദ്യ കഴിക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടാണ്. അവരാരും ഇവിടെ ഇല്ല. ഈ വീടിൻ്റെ ഉടമസ്ഥർ ഈസ് ഇൻ പ്രാക്ടീസ് ഓഫ് ഡാൻസ്. അവരൊരു ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ പണി ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകാൻ. വേഗം പണി കഴിഞ്ഞാൽ വേഗം വീട്ടിൽ പോകാം. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ചേരം കഴിയുമ്പോൾ കൈയൊക്കെ വേദനിക്കും. ഇതിപ്പം സ്റ്റാർട്ടായതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരെണ്ണം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അല്ലേ, കുറേ നേരമായി ഞങ്ങൾ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കണു. കൈയൊക്കെ ദേണ്ട് വീങ്ങി. കണ്ടോ, ഇവിടെ കണ്ടോ? അതൊക്കെ എനിക്ക് ക്യാമറ കൂടെ കാണുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ കൈയൊക്കെ വീങ്ങിയിരിക്കുക. ഇത്രേ ആയിട്ടുള്ളൂ. കണ്ടോ? പിന്നെന്താ, ഇത് ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഞാൻ ഇതിൽ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കൂട്ടുകാർ ചിലവർ പെട്ടെന്ന് തന്നെ ഗ്രാജുവേറ്റ് ആയി നാട്ടിലെത്തുന്നതാണ്. അവർ അടുത്ത ഓണത്തിന് ഇവിടെ ഫിലിപ്പീൻസിൽ കാണില്ല, പക്ഷെ ഞാൻ കാണും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടൊന്നും ചെയ്യാൻ പോകില്ല. അപ്പോൾ എൻ്റെ ചില കൂട്ടുകാർ പോകുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിത് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഈ തൽക്കാലത്തേക്ക് ഇത്രയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചന്ദ്രൻ, സ്റ്റാർ, ലവ്, ഇത് അവരുടെയാണേ. ഓക്കെ, ഇനി വീട്ടിൽ പോട്ടെ. ഇനി ബാക്കിയുള്ള പരിപാടി ഇനി വീട്ടിലെത്തിയിട്ട് ചെയ്യാനുണ്ട്. കമോൺ. ഇവിടെ മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ പറയില്ലേ, തിരുവോണത്തിന് മഴ പെയ്യുന്ന അതുപോലത്തെ പരിപാടി ഇവിടെ നടക്കാറുണ്ട്. ഇവിടെ എപ്പോഴും മഴ തന്നെയായിരിക്കും ആ സമയത്ത്. അതുപോലെ ഇന്നും രാത്രി മഴ തുടങ്ങി. ആൻഡ് ഇനി വേണം, ഇപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഇനി ബാക്കി പരിപാടി നോക്കാൻ. കമോൺ, സ്ട്രൈറ്റ് ടു അവർ കിച്ചൺ ആൻഡ് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ. പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ഇഞ്ചി ആണ് വേണ്ടത്. അതുകൊണ്ട് പുളി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. നോക്കിയിട്ട് ഇനി ഇടണം. ഇത്രയും പേർക്കൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ട് ശീലമില്ല. അതുകൊണ്ട് എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. പക്ഷെ നോക്കാം, അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കുറച്ച് മുളകേ ഉള്ളൂ. ഇനി ബാക്കി കുറച്ച് മുളക് പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കറിവേപ്പിലുണ്ട്. ഇത്രയും കറിവേപ്പില ആവശ്യമില്ല, എന്നാലും ഇരുന്നോട്ടെ. ഓക്കെ, ഇതാണ്ട് പാൻ റെഡിയാണ്. ഇനി ചെറിയുള്ളി ആണെങ്കിൽ അവൾ തൊഴിൽ കളഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യാം. ദൈവമേ, ഓക്കെ. മതി. കുറേ നേരം ഇട്ടിട്ട് വഴറ്റി മതിയായി ഇഞ്ചിപ്പുളി. ഞാൻ ഇത്രയ്ക്കും പാടുണ്ട് വിചാരിച്ചില്ല. കുറേ നേരം അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അടുക്കളയിൽ. അതൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ശരിയായിട്ടുണ്ട്. കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റൊക്കെ ഉണ്ട്. ഇനി നാളെ കുറച്ചുകൂടെ എല്ലാം പിടിക്കുമ്പോൾ കുറച്ചുകൂടെ സെറ്റാവും തോന്നുന്നു. ഉറപ്പില്ല. ഞങ്ങൾ പിന്നെ ഇന്നിപ്പം നാളെ പാക്ക് ചെയ്ത് എല്ലാം
അവിടെ പോവും. നാളെയാണല്ലോ ഓണം, നാളെയാണ് ഓണം. അതിൻ്റെ വീഡിയോയും ഇതിൻ്റെ പിന്നിൽ തന്നെ വരുന്നുണ്ടാവും, നിങ്ങളതും കാണണം. പിന്നെ എന്താ പറയുക, അത്രയേ ഉള്ളൂ. ഇവിടെ നല്ല മഴ തുടങ്ങി. ഓക്കെ, ബായ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. അഡ്വാൻസ് ഹാപ്പി ഓണം. ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിലും ഹാപ്പി ഓണം.